ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ ഫോൺ സ്വിച്ച് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി നിർബന്ധമാണ്, അഥവാ ബാറ്ററി ബാക്കപ്പ്, ചാർജ് വേണം, അങ്ങനെയൊക്കെ നമ്മൾ പലതും പറയാറുണ്ട്. അപ്പം ഈ ബാറ്ററി ബാക്കപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു കാലത്ത് പുതിയ ഫോണുകളൊക്കെ വരുന്ന സമയത്ത് അതിൽ ഫോണിൽ റിസർച്ചൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ MAH ബാറ്ററിയുടെ കപ്പാസിറ്റി, അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങിക്കുന്ന സമയത്തും പുതിയൊരു ഫോണിൻ്റെ പരസ്യം കാണുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന സാധനമാണ് MAH എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കൂടുതൽ 5000 mAh, 6000, 7000 mAh ഒക്കെ ഉള്ള ഫോണുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ MAH കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കുറച്ചും കൂടി, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ബാറ്ററി നിൽക്കുന്നത് കുറച്ചും കൂടി കൂടും. എന്നാലും അതിൽ തന്നെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നാവും. ഒന്ന്, നമ്മൾ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രൈറ്റ്നസ് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ലെവൽ കാണിക്കും. ഈ ബ്രൈറ്റ്നസ് ലെവൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം, ഇപ്പം ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു 25%, ഒരു 30% അതൊക്കെ മതിയാവും. ബ്രൈറ്റ്നസ് നമ്മൾ മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ബാറ്ററി ലൈഫ് എന്ത് ചെയ്യും, കിട്ടും. രണ്ടാമത്തെ കേസ് എന്നുള്ളത്, പലരുടെയും ഫോണിൽ ബ്ലൂടൂത്ത്, വൈഫൈ, അതേപോലെ ലൊക്കേഷൻസ്, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഓണായി കിടക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഓണായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബ്ലൂടൂത്ത് നിങ്ങൾ ഹെഡ്സെറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓഫ് ചെയ്യാം. അപ്പോൾ ബ്ലൂടൂത്ത്, അതേപോലെ തന്നെ വൈഫൈ നിങ്ങളിപ്പോൾ മേ ബി ഓഫീസിൽ നിന്ന് വൈഫൈ കണക്ഷൻസിന് വേണ്ടിയിട്ട് ഓൺ ചെയ്ത് വെച്ചതായിരിക്കും. അപ്പോൾ വൈഫൈ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഫൈ ഓഫ് ചെയ്യാം. വൈഫൈ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വൈഫൈ എടുത്തു കഴിഞ്ഞാൽ വൈഫൈ ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഒന്ന് ബ്രൈറ്റ്നസ് ആണ് പറഞ്ഞത്, രണ്ടാമത് ബ്ലൂടൂത്ത് ആണ്. പിന്നെ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യുക, നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്തിടുക. സ്ക്രീൻ ലോക്ക് ചെയ്ത് നമ്മളെല്ലാം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ കുറേ നേരം സ്ക്രീൻ ഓൺ ആയി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ബാറ്ററി വെറുതെ നമുക്ക് ഡ്രെയിനായി പോകുന്നത് കാണാം. പിന്നെ ആവശ്യമില്ലാത്ത ആപ്പുകൾ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. വെറുതെ ഓപ്പണായി കിടക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും, ബാറ്ററിയുടെ യൂസേജ് എന്ത് ചെയ്യും, കൂടുതൽ അത് ബാറ്ററി വലിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് എന്താവും, തീർന്നു പോകുന്നൊരു അവസ്ഥ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഫോൺ ചാർജ് ചെയ്യുമ്പോൾ തീർന്നിട്ട് ചാർജ് ചെയ്യാൻ നിൽക്കരുത്. നമ്മളൊരു 20-25% ഒക്കെ ആവുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക എന്നുള്ളതും കൂടിയും ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനുള്ള ഒരു ടിപ്പായിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ഉള്ളത്, ഫോണ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് മുതൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പാസ്വേഡ്സുകൾ. അത് ഒരു ഇനീഷ്യലി നിങ്ങൾ ഫോൺ വാങ്ങിച്ച് അൺബോക്സ് ചെയ്ത് അത് സ്വിച്ച് ഓൺ ചെയ്യുന്നത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളടുത്ത് ചോദിക്കുക, ഒരു 1-2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ, ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ 1-2 സ്റ്റെപ്പ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് 1-2 സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുക ഗൂഗിളിൻ്റെ ഒരു അക്കൗണ്ടാണ്. സ്വാഭാവികമായിട്ട് ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാതെ അത് മുന്നോട്ട് പോവില്ല. സോ ഒന്നുകിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, പഴയ യൂസ് ചെയ്ത എല്ലാവരും സ്വാഭാവികമായിട്ട് പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ പഴയ ഒരു ഫോൺ ഒന്നെങ്കിൽ നമ്മളടുത്ത് നിന്ന് കേടായി പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ കളഞ്ഞു പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്യായിരിക്കും. പഴയ ഫോണിൽ യൂസ് ചെയ്ത അതേ മെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോണിലും എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് കൊടുക്കുക. അപ്പം മിക്കവാറും സമയങ്ങളിൽ ഉണ്ടാകുന്നൊരു കേസ്, നമുക്ക് ചിലവർക്ക് ഇപ്പം മുതിർന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൽ ID ഏതാണെന്ന് തന്നെ അറിയുന്നുണ്ടാവില്ല. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, പഴയ ഫോൺ നമ്മൾ ഒഴിവാക്കുന്നതിന് മുമ്പ് പുതിയ ഫോൺ എടുക്കാനുള്ള പ്ലാൻ വരുമ്പോൾ തന്നെ ആദ്യം പിന്നെ നമ്മൾ ഒന്നുകിൽ നമുക്ക് തന്നെ നോക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നോക്കാം, നമ്മളെ മെയിലിൽ ആ ഫോണിൽ ഏത് മെയിൽ ID ആണ് യൂസ് ചെയ്തതെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്തൊരു ഫോണ് എടുക്കുമ്പോൾ പിന്നെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മെയിൽ ID ഏതാണെന്നുള്ളത് അറിയാനുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ആ പ്ലേ സ്റ്റോറിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏത് മെയിൽ ID ആണ് യൂസ് ചെയ്ത് കാണിക്കും. അതല്ലെങ്കിൽ നിങ്ങളൊക്കെ ഫോണിൽ എന്തുണ്ടാവും, മെയിൽ ഉണ്ടാവും, മെയിൽ സർവീസസ് ഉണ്ടാവും. ആ മെയിൽ സർവീസസിൽ ജസ്റ്റ് ഏറ്റവും മുകളിൽ വലതേ വശത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് മെയിലാണ് യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ ആ മെയിൽ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യുക. അതിൻ്റെ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം.
സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഇടുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ള കാരണം. പാസ്വേഡ് സെക്യൂരിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളൊരു വളരെ സിമ്പിളായിട്ടുള്ള ബിസ്മില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ പേര് തന്നെ എഴുതി വെക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ, ഇതൊന്നും എന്ത് ചെയ്യരുത്, പാസ്വേഡാക്കി ഒരിക്കലും വെക്കരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ്, നമുക്ക് ആളുകൾക്ക് ഹാക്കേഴ്സിന് ഗസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള പാസ്വേഡുകൾ, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്, അതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അടക്കം നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്തിട്ടാണ് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. പാസ്വേഡ് സെക്യൂരിറ്റി എന്നുള്ളത് നിർബന്ധമാണ്. അത് നമ്മളെ ജിമെയിൽ ആവട്ടെ, വേറെ ഏതെങ്കിലും അക്കൗണ്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാവട്ടെ, അതിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എസ്പെഷ്യലി സ്ട്രോങ് പാസ്വേഡാണ് ഇടേണ്ടത്. ദെൻ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്നുള്ള സംഗതി കൂടിയും ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടിയും എന്താണ്, സെക്യൂറാണ്. അപ്പോൾ ഏതൊരു അക്കൗണ്ടിലും, ഇപ്പോൾ നമ്മൾ ഏതൊരു അക്കൗണ്ടിൽ ഇപ്പോൾ ഏതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഈ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഓണാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും കൂടി ഓണാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടിയും ബെറ്റർ ആവും. ഇതാണ് പാസ്വേഡ് സെക്യൂരിറ്റിയും മെയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. മൂന്നാമത്തതായിട്ട് പറയാനുള്ളത് സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ലേറ്റസ്റ്റ് ഫോണുകളിലൊക്കെ കുറച്ചും കൂടിയും നല്ലോണം സ്റ്റോറേജ് കൂട്ടിയിട്ട് കമ്പനി തന്നെ കുറേ അധികം നല്ലോണം സ്റ്റോറേജ് വെച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ഒരു പഴക്കമുള്ള ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 2, 3, 4 വർഷം അല്ലെങ്കിൽ 1 വർഷം പഴക്കമുള്ള ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം കാരണം നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിലുണ്ടാവും, എസ്പെഷ്യലി വാട്സപ്പിൽ, പിന്നെ അതേപോലെ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ വരുന്ന കണ്ടൻറ്റുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അനാവശ്യമായിട്ടുള്ള തീരെ യൂസ് ചെയ്യാത്ത ആപ്പുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക, അത് ഒഴിവാക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത്. ഡിലീറ്റ് ഉപയോഗിക്കാത്ത ആപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് കളയാം. ആവശ്യമില്ലാത്ത ഫോട്ടോസ്, അതല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ്, ഇതേപോലെ ഫോട്ടോസിലേറെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് എടുക്കുന്നത് വീഡിയോസാണ്. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഉള്ള ഒരു ഹൈ റെസൊല്യൂഷൻ, ഇപ്പോഴത്തെ പുതിയ ഫോണിലൊക്കെ ബൈ ഡീഫോൾട്ട് നമ്മുടെ റെസൊല്യൂഷൻ ഹൈ ആണ്. അപ്പം അത് നിങ്ങൾക്ക് ഒന്ന് കുറച്ച് വെക്കാം. അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മുന്നേ എടുത്തു വെച്ച വീഡിയോസ് എന്ത് ചെയ്ത് കളഞ്ഞാൽ തന്നെ ഒരുപാട് സ്പേസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഇങ്ങനെ നമ്മുടെ പെർഫോമൻസ് കൂട്ടാനും നമുക്ക് പറ്റും. ഇൻഷാ അല്ലാഹ് ഈ 3 ടിപ്സുകളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.